ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒരു വിഷയമാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ അന്ന് എല്ലാവരും വീട്ടിൽ വിളക്ക് തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗായികയായ KS ചിത്ര തൻ്റെ നവമാധ്യമ അക്കൗണ്ടിൽ ഒരു ലൈവ് ഇട്ടു. ഇതേ തുടർന്ന് ചിത്രയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. അവർ സംഖ്യയാണ് എന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് KS ചിത്രയ്ക്കെതിരെ നടത്തിയത്. ഇതിനെതിരെ നിലവിൽ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ CPIMൻ്റെ നിലപാട് അറിയിക്കുകയും ചെയ്തു. പൂർണ്ണമായും ചിത്രയെ അംഗീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. നമുക്ക് ആ നിലപാടൊന്ന് കേൾക്കാം. നമ്മളെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന, എല്ലാവരും പറയുന്നതാണ്, ചിത്രയെ പോലുള്ള അല്ലേ ഏറ്റവും ലോകം ശ്രദ്ധിക്കുന്ന പാട്ടുകൾ, ഗാനങ്ങൾ രാജ്യത്തിന് നൽകിയിട്ടുള്ളൊരു പ്രതിഭയാണ് അവരെ സംബന്ധിച്ച് അവർ എടുത്ത ഒരു നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ആകെ ചിത്രക്കെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുന്നതിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് യോജിപ്പില്ല. ഞങ്ങളതിലെടുക്കുന്ന നിലപാട്, നേരത്തെ BJPയുടെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ശോഭ, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായ നർത്തകിയാണ്, അതുപോലെ തന്നെ ശോഭന നടിയാണ്. എല്ലാ അർത്ഥത്തിലും ശോഭന കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ജനങ്ങൾ കാണുന്ന ഒരു പ്രതിഭയാണ്. അവരെ പറ്റി ഇതേപോലെ തന്നെ വന്നപ്പോൾ BJPയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് പോയി വന്നപ്പോൾ ഞാനൊരു കാര്യം അന്നും ഉറപ്പിച്ച് പറഞ്ഞാണ്, ഇവരെല്ലാം ഈ നാടിൻ്റെ ഒരു പൊതു സ്വത്താണ്. അവരെ ഏതെങ്കിലും കള്ളിയിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട കാര്യമില്ല. അവരുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് വിമർശനാത്മകമായിട്ട് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ എല്ലാവരെയും ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ മോഹൻലാൽ, മമ്മൂട്ടി സിനിമാ രംഗത്തെ അതികായകരല്ലേ രണ്ടാളും, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്തല്ലേ. സാഹിത്യ രംഗത്തെടുത്ത് പരിശോധിച്ചാൽ T പത്മനാഭൻ, നമുക്കെല്ലാം ഇപ്പോഴും ചർച്ച ചെയ്യുന്ന വളരെ പ്രമുഖരായ MT M മുകുന്ദൻ, ഇവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പദപ്രയോഗത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ തള്ളി പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാണ്. ഗായിക KS ചിത്രയാണെങ്കിലും സിനിമാ നടി ശോഭനയാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും ഇവരെല്ലാവരും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ്. അവരുടെ കലയിൽ പ്രഗത്ഭരാണ്. അവരെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുവാൻ ശ്രമിക്കാതെ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർ നടത്തിയ ഒരു ലൈവായി മാത്രം കണ്ടാൽ മതി എന്ന തരത്തിലേക്കാണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്. ഇവിടെ CPIMൻ്റെ നിലപാട് കൃത്യമായി തന്നെ അവർ അറിയിക്കുന്നുണ്ട്. അതായത് ശോഭനയും ചിത്രയും ഒക്കെ അടങ്ങുന്ന ഈ രാജ്യത്തിൻ്റെ കലാസമ്പന്നരായ താരങ്ങളെ ഈ രാജ്യത്തിൻ്റെ സമ്പത്തായി തന്നെ പരിഗണിക്കണം എന്നാണ് CPIMൻ്റെ നിലപാട്. നമ്മളെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന, എല്ലാവരും പറയുന്നതാണ്, ചിത്രയെ പോലുള്ള അല്ലേ ഏറ്റവും ലോകം ശ്രദ്ധിക്കുന്ന പാട്ടുകൾ, ഗാനങ്ങൾ രാജ്യത്തിന് നൽകിയിട്ടുള്ളൊരു പ്രതിഭയാണ് അവരെ സംബന്ധിച്ച് അവർ എടുത്ത ഒരു നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ആകെ ചിത്രക്കെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുന്നതിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് യോജിപ്പില്ല. ഞങ്ങളതിലെടുക്കുന്ന നിലപാട്, നേരത്തെ BJPയുടെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ശോഭ, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായ നർത്തകിയാണ്, അതുപോലെ തന്നെ ശോഭന നടിയാണ്. എല്ലാ അർത്ഥത്തിലും ശോഭന കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ജനങ്ങൾ കാണുന്ന ഒരു പ്രതിഭയാണ്. അവരെ പറ്റി ഇതേപോലെ തന്നെ വന്നപ്പോൾ BJPയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് പോയി വന്നപ്പോൾ ഞാനൊരു കാര്യം അന്നും ഉറപ്പിച്ച് പറഞ്ഞാണ്, ഇവരെല്ലാം ഈ നാടിൻ്റെ ഒരു പൊതു സ്വത്താണ്. അവരെ ഏതെങ്കിലും കള്ളിയിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട കാര്യമില്ല. അവരുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് വിമർശനാത്മകമായിട്ട് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ എല്ലാവരെയും ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ മോഹൻലാൽ, മമ്മൂട്ടി സിനിമാ രംഗത്തെ അതികായകരല്ലേ രണ്ടാളും, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്തല്ലേ. സാഹിത്യ രംഗത്തെടുത്ത് പരിശോധിച്ചാൽ T പത്മനാഭൻ, നമുക്കെല്ലാം ഇപ്പോഴും
ചർച്ച ചെയ്യുന്ന വളരെ പ്രമുഖരായ എം മുകുന്ദൻ, ഇവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പദപ്രയോഗത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ തള്ളി പറയേണ്ട കാര്യമില്ല.